സമ്മാനങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞു, വേടൻ നമ്മുടെ ആരുമല്ല. അദ്ദേഹത്തിന്റെ റാപ്പ് സംഗീതത്തെ ന്യായീകരിക്കേണ്ട ആവശ്യമോ അദ്ദേഹത്തിന് വേറെ ഏതെങ്കിലും രീതിയിൽ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമോ നമുക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് വലിയൊരു തലമുറയെ അദ്ദേഹം സ്വാധീനിച്ചുകൊണ്ടിരിക്കും. വലിയൊരു തലമുറയും ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10 വരെ 7000 ആളുകൾക്ക് മാത്രം അങ്ങനെ നിൽക്കാൻ പറ്റുന്ന ഗ്രൗണ്ടിൽ 10,000 ചില്ലാനും വിദ്യാർത്ഥിനികളും യുവാക്കളും തടിച്ചുകൂടുന്നു. എത്ര ടൈം ആലോചിച്ച് നോക്കുന്നത്? ഒരു വെയിലത്ത് അവർക്ക് അവരുടെ ശാരീരികമായ ആവശ്യങ്ങൾ നിർവഹിക്കട്ടെ, മൂത്രയ്ക്കട്ടെ, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. പക്ഷേ അതിനൊന്നും സംവിധാനമില്ല. ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10 വരെ എന്നിട്ടും വേടൻ സ്റ്റേജിൽ വരുന്നില്ല എന്നപ്പോൾ പ്രതിഷേധം വരികയാണ്. സംഘാടകരോട് കയർക്കാണ്. ഞങ്ങൾ വീട്ടിൽ പോലും പറയാതെ ഇങ്ങോട്ട് വന്നത് വേടനെ കാണാനാണ്, വേടനെ കൊണ്ടുവരീന്ന് പറയാം, വേടനെ കാണാനാണ്, കൊണ്ടുവരീന്ന് പറയാണ്. വേടനില്ലെങ്കിൽ പരിപാടി നടത്തേണ്ടെന്ന് പ്രശ്നം ഉണ്ടാക്കാണ്. 10,000-ലധികം യുവത്വം. പണ്ട് എലികളുടെ ശല്യം കൊണ്ട് രാജ്യത്തിന്റെ പകുതി നൽകാം എലിശല്യം മാറ്റിയാലെന്ന് പറഞ്ഞ ഒരു രാജാവിന്റെ കഥ നമ്മുടെ ഇംഗ്ലീഷ് കഥകളൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട് അല്ലേ? അതുകൊണ്ട് സംഗീതജ്ഞൻ വന്നു, അദ്ദേഹം പാട്ടുപാടി, അദ്ദേഹത്തിന്റെ കൊയിലൂതി. അപ്പോൾ എലികളെല്ലാം അയാളുടെ പിന്നാലെ ഈ സംഗീതം ആസ്വദിച്ചുകൊണ്ട് പോയി. അയാൾ അങ്ങനെ പുഴയിറങ്ങിപ്പോയി എലികളെ തെറ്റത്ത്. സംഗതി ശല്യം നീങ്ങിയപ്പോൾ രാജാവിന് ഈ രാഷ്ട്രം കൊടുക്കാൻ, പകുതി കൊടുക്കാൻ, പ്രഖ്യാപിച്ച സമ്മാനം കൊടുക്കാൻ ഒരു വിമിട്ടം വന്നു അല്ലേ? അയാൾ പിന്നെ ഊതി. അപ്പോൾ നാട്ടിലെ കുഞ്ഞുങ്ങളെല്ലാം അയാളെ തുടർന്നു. അയാൾ അങ്ങനെ പോയിട്ട് പുഴയിൽ കടലിറങ്ങിയിട്ടുണ്ടെങ്കിൽ മൊത്തം കുട്ടികളോട് പോയി പോകും. രാജാവ് പ്രതിസന്ധിയിലായി. പറഞ്ഞ സമ്മാനം കൊടുക്കേണ്ടി വന്നു. അതാണ് കഥയുടെ അകത്തുക. ഇவ்விதം കുഞ്ഞുങ്ങൾ